SSF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ 53 വർഷങ്ങൾ ആഘോഷിക്കുകയാണ് ഏപ്രിൽ 29 ചൊവ്വാഴ്ച. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം 53 വർഷക്കാലങ്ങളായി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം വിട്ട് ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നാഷണൽ ലെവലിലും അതുപോലെ ഇൻ്റർനാഷണൽ ലെവലുമായി സംഘടന വ്യാപനം വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഈ 53-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് വർത്തമാന കാല സാഹചര്യത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. ഏത് സ്ഥാപക ദിനം കൊണ്ടാടുന്നത് ആ കാലഘട്ടത്തിലുള്ള വർത്തമാന സാഹചര്യത്തിലെ സംഭവ വികാസങ്ങളെ മുൻനിർത്തി വിദ്യാർത്ഥികൾക്ക് വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഏകദേശം ജനുവരി മുതൽ തന്നെ അതിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്ക് ധർണ നടത്തുകയും മറ്റു സമര പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ആദ്യത്തെ ക്യാമ്പയിൻ ജനുവരി മുതലേ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ക്യാമ്പയിൻ സംഘടനയുടെ 53 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരികളെ ആഘോഷിക്കും എന്ന പ്രമേയത്തിലാണ് ഇപ്രാവശ്യം SSFൻ്റെ 53 വർഷങ്ങൾ സംഘടന ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആലക്കോട് ഡിവിഷൻ സമ്മേളനം പെരിയാരം സെക്ടറിലെ അമ്മാനപ്പാറയിൽ വെച്ച് ഏപ്രിൽ 29 ചൊവ്വാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുകയാണ്. സീപ്പോയിൽ നിന്ന് വിദ്യാർത്ഥി റാലിയോടെ ആരംഭിച്ച് അമ്മാനപ്പാറയിൽ സമാപിക്കുന്ന ഡിവിഷൻ സമ്മേളനമാണ് സംഘടന പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലഹരിക്കെതിരെയും ഉത്ബോധനവും മറ്റു ക്ലാസുകളുമായി 2 വ്യത്യസ്തമായ സെക്ഷനുകളാണ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത്. ചെറുപുഴ മുതൽ പെരിയാരം വരെയുള്ള 5 പഞ്ചായത്തുകൾ കൂടിയിട്ടുള്ള ആലക്കോട് ഡിവിഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും SSFൻ്റെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രാവശ്യം ഡിവിഷൻ സമ്മേളനം നടക്കുന്നത്. പ്രധാനമായും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ ഈ സംഘടനാ കാലയളവിൽ നാം ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് തലം മുതൽ വ്യത്യസ്തപരമായ പദ്ധതികൾ നടത്തിക്കൊണ്ടാണ് ചൊവ്വാഴ്ച സംഘടന ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സംഘടനയുടെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ വേർഷനാണ് ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നാം സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും വിശദാംശങ്ങളും നമ്മുടെ ഡിവിഷൻ സെക്രട്ടറിയുടെ അവതരിപ്പിക്കും. SSF 53 വർഷക്കാലം പ്രവർത്തിച്ചതത്രയും ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ കീഴിൽ ഓരോ കാലഘട്ടത്തും അതിൻ്റേതായ വർത്തമാനകാല സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രമേയങ്ങളാണ് മുന്നോട്ട് വെക്കാറുള്ളത്. ലഹരി എന്ന വിപത്ത് ആദ്യമായല്ല SSF ചർച്ചാ വിഷയമാക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ പാൻ മസാലക്കെതിരെ ജനജാഗ്രത എന്ന മുദ്രാവാക്യത്തിൽ പ്രമേയത്തിൽ വിശാലമായ ക്യാമ്പയിനുകൾ നമ്മൾ ആചരിച്ചിട്ടുണ്ട്. മാത്രമല്ല വർഷാരംഭത്തിൽ തന്നെ രാജ്യത്തിൻ്റെ പൗര സമ്പത്ത് ഉറക്കിക്കിടത്തുന്ന നിഷ്ക്രിയമാക്കുന്ന മദ്യത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന രീതിയിൽ ഡിസംബർ 31 മദ്യവിൽപ്പന ബീവറേജുകൾ തടയുന്ന സമരങ്ങളും മുൻകാലങ്ങളിൽ SSF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ കാലത്തിനനുസരിച്ച് മാറണമെന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെ പുതിയ സമുദായത്തിൻ്റെ പുതിയ ജനറേഷൻ്റെ 2K കിഡ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പുതിയ ജനറേഷൻ്റെ അവരുടെ സ്വഭാവത്തിലേക്ക് അവരിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിച്ച് അതിനുള്ള ഉത്ഭവം ഡോറടക്കണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ശരികളെ ആഘോഷിക്കാം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന അർത്ഥത്തിലുള്ള പ്രമേയം മുന്നോട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം അധികാരവൃന്ദത്തെ ഈ വലിയൊരു വിപത്തിനെ ഉണർത്തുന്ന തരത്തിലാണെങ്കിൽ, എന്നാൽ അതിനപ്പുറത്തേക്ക് നിവേദനവും
മറ്റു ഉണർത്തലുകളും കഴിഞ്ഞ് ഇനി സമൂഹത്തിലേക്ക് പുതിയ ജനറേഷന് കൊടുക്കേണ്ട സന്ദേശത്തിലേക്കാണ് SSF ഇനി രംഗത്തേക്ക് തിരിച്ചിറങ്ങുന്നത്. നമുക്കറിയാം, ഈ 2025 തുടക്കത്തിൽ തന്നെ ഈ വിപത്തിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. കൊലപാതകങ്ങളും സ്വന്തം പെറ്റമ്മയെ പോലും കൊല്ലുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഭീതി ജനിപ്പിക്കുന്ന പ്രചരണങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്നാണ് SSF ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഫാസിസ്റ്റ് ഭരണം നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഭീകരമായി നമ്മൾ ഭയപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഹിറ്റ്ലറിൻ്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് ഗീബൽസിൻ്റെ സിദ്ധാന്തം മറിച്ചു പോകുന്നത് പോലെ തന്നെ ഒരു നുണ 1000 വട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്ന ഗീബൽസിൻ്റെ സിദ്ധാന്തം അവർ ഇന്ത്യയിലും പയറ്റിയതിൻ്റെ സത്യാവസ്ഥയാണ് 1-ാം പേജിലുണ്ടായിരുന്ന ആൾക്കൂട്ട കൊലപാതകം പിന്നീട് വെറുമൊരു വാർത്തയായി ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിസ്സംഗ മനോഭാവത്തെ നമ്മൾ കാണാനുണ്ടായത്. എന്നതുപോലെ ഈ ലഹരിയുടെ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും 2K കിഡ്സ് ഭീകരമായ ഒരു സമുദായമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അവർക്ക് തന്നെ അങ്ങനെ ഒരു മനോഭാവം സൃഷ്ടിക്കുകയും അവരെ ഭീകരന്മാരാക്കുകയും കൊട്ടേഷൻ സംഘങ്ങളാക്കുകയും മാറ്റിയെടുക്കുന്നതിന് പകരം അവരിലെ ക്രിയാത്മകതയെ, കലാത്മകതയെ, അവരുടെ സർഗാത്മകതയെ ഉണർത്തിക്കൊണ്ട് അതിൻ്റെ ശരികളെ ആഘോഷിക്കുക എന്നതാണ് SSF ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പുതിയ കാലത്തും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ധാരാളം കലാകാരന്മാർ ഉയർന്നു വരുന്ന കാലഘട്ടങ്ങളാണ്. എന്നാൽ ആ കലയേക്കാൾ കൂടുതൽ ഭീകരമായ കുറ്റകൃത്യങ്ങളെ, ക്രിമിനൽസുകളെ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നാം നേരത്തെ പറഞ്ഞ ഗീബൽസിൻ്റെ സിദ്ധാന്തം പറഞ്ഞു പിടിപ്പിക്കുക എന്നതാണെങ്കിൽ SSF ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുകൂടെ സുന്ദരമായി, മനോഹരമായി പുതിയ സമുദായം, പുതിയ ജനറേഷൻ ഈ ശരികളെ ആഘോഷിക്കുക എന്ന ഒരുപടി മുകളിലുള്ള പ്രമേയമാണ് SSF ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പുതിയ കാലത്ത് അരാഷ്ട്രീയത കൂടി വളർന്നു വരുന്ന ഒരു സന്ദർഭമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ SSF ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളികളല്ല. മാധ്യമ ഭാഷയിൽ നമ്മൾ ഒന്നുകൂടി രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്നത് ക്രമരഹിതമായ പ്രയോഗങ്ങളായി മാറിയ ഒരു കാലഘട്ടം നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്ക് കൃത്യമായും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും സമുദായത്തിൻ്റെ ഉന്നമനവും നമ്മുടെ പൗരസമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നേടിയെടുക്കലും കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നാണ് SSF ഉദ്ദേശിക്കുന്നത്. കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ അരവയറ് നിറക്കാനുള്ള സഹപാഠികളുടെ ഒത്തുചേരൽ അത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പുതിയ സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയവും തമ്മിലുള്ള മത്സരങ്ങളും അവരുടെ അപകീർത്തിപരമായ പരാമർശങ്ങളുമാണ്. അതിലൊന്നും ഞങ്ങളില്ലെന്ന് പറഞ്ഞ് പിന്നോട്ടടിക്കുന്ന ഒരു അരാഷ്ട്രീയ സമുദായമായി മാറുകയും എന്നാൽ ഈ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ വേറെന്തോ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ ആഘോഷിക്കുകയും ഒരു പ്രകടനപരത മാത്രമാവുകയും ചെയ്യുന്ന കാലത്ത് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഏകോപിച്ചുകൊണ്ട് തന്നെ പുതിയ സമുദായത്തെ അവരുടെ ക്രിയാത്മകമായ ശരികൾ എന്ന് പറയുന്നത് നിർമ്മാണാത്മകമായ, സമൂഹത്തിന് ഉപകരിക്കുന്ന നിർമ്മാണാത്മകമായ സ്വഭാവങ്ങളുടെ ശരികളാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടെ തന്നെ ജനാധിപത്യ ബോധ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബോധ്യവും ക്രിയാത്മകമായി പ്രയോഗിക്കുക എന്നതാണ് ഈ ശരികളുടെ ആഘോഷം. രാഷ്ട്രീയം പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ കുട്ടികളെ കിട്ടാൻ വേണ്ടി വെറും വികാരപരമായി ഇടപെടുകയും ലഹരികൾ പോലും ലഭിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുന്നുണ്ട് എന്ന ചെറിയ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിപരീതമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ അച്ചീവ്മെൻറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കലകളെ പ്രോത്സാഹിപ്പിക്കുക, സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള ശരികളെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ഒരു കെട്ടുവിട്ട സമുദായമായി പോയി. കെട്ടുവിട്ട സമുദായം എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രീഡത്തെയോ സ്വാതന്ത്ര്യത്തെയോ എതിർക്കുന്ന രീതിയിലല്ല പ്രയോഗിച്ചത്. ഹെൽമറ്റ് ഇടുക എന്നത് എൻ്റെ തലയുടെ സ്വാതന്ത്ര്യത്തെ നിരോധിക്കുന്നതാണെന്ന് നമ്മൾ ആരും പറയില്ല. ഇടത് സൈഡിൽ കൂടി വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഹാൻഡിൽ ബാറിനെ വളക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് നമ്മൾ ആരും പറയില്ല. പക്ഷെ അത് സുരക്ഷാ ബോധ്യതയാണ്. എന്നതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ സ്വാതന്ത്ര്യവും അവൈലബിൾ ആവുക എന്നതിലപ്പുറത്തേക്ക് അവർക്ക് മനുഷ്യപ്പറ്റുള്ള ഒരു സമുദായമായി വളർത്തുക എന്നതിനാണ്. അതിൻ്റെ വിശാലമായ പദ്ധതികളാണ് ഞങ്ങൾ യൂണിറ്റ് ബേസിൽ, ഡിവിഷൻ എന്ന് പറയുന്നത് താലൂക്ക് കമ്മിറ്റിയാണ്. ഈ താലൂക്ക് കമ്മിറ്റിയുടെ കീഴിൽ ഓൾറെഡി ഞങ്ങൾ ചർച്ചാ
സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. കടമ്മനിട്ടയുടെ കോഴി എന്ന കവിതയിൽ പറഞ്ഞ കണ്ണ് വേണം ഇരുപുറം എപ്പോഴും എന്ന കവിതയിൽ പറഞ്ഞതുപോലെ കരുതലിൻ്റെ കണ്ണ് എന്ന ആശയത്തിലുള്ള ചർച്ചാ സംഗമം കരുവഞ്ചാലിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ടർ കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ സ്ട്രീറ്റ് പാർലമെൻറ്റ് എന്ന രീതിയിൽ ഒരു ചർച്ചാ സംഗമങ്ങൾ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ചപ്പാരപ്പടവ്, പൂവം തുടങ്ങിയിട്ടുള്ള ആലക്കോട്, ചെറുപുഴ, പെരിയാരം തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് നടത്താനുള്ള പദ്ധതികളുണ്ട്. മാത്രമല്ല പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്നത് ക്രിമിനലിസമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് സോഷ്യൽ മീഡിയ അവയർനെസ് ആണ്. ഇതിൻ്റെ പ്രശ്നമാണ് നമുക്കറിയാം. സാങ്കേതിക വിദ്യകൾ അധികമായി അതിപ്രസരമായി കുട്ടികൾക്ക് എത്തുകയും എന്നാൽ ഇതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച്, ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് യാതൊരുവിധ ബോധങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ പ്രയോഗിക്കണമെന്ന്, എത്രത്തോളം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നതിനേക്കാൾ അപകടകരമാണെന്നറിയാത്ത വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എന്നാൽ ഇതുപോലെ സാങ്കേതിക വിദ്യയുടെ പ്രയോഗങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന സ്ട്രീറ്റുകളിൽ ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, മൂല്യവത്തായ സോഷ്യൽ മീഡിയ പ്രയോഗം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അവയർനെസ്സിൻ്റെ ഗ്രാമങ്ങളിലുള്ള പദ്ധതികൾ യൂണിറ്റ് അടിസ്ഥാനത്തിലുണ്ട്. മാത്രമല്ല ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ടീനേജ് വിദ്യാർത്ഥികൾ വീടുകളിൽ ഇറങ്ങി ലഘുലേഖകളും ബോധവൽക്കരണങ്ങളും നടത്തുന്ന വോയിസ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ശബ്ദങ്ങൾ എന്ന പദ്ധതികളുണ്ട്. ഇങ്ങനെ തുടങ്ങി അനേകം പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നാളെ നടക്കുന്ന SSF ആലക്കോട് ഡിവിഷൻ സമ്മേളനം നടക്കുന്നത്. ഇതിൽ ഈ ഒരു ശരികളുടെ ആഘോഷം എന്ന ഏറ്റവും നൂതനമായ വിദ്യാർത്ഥികളുടെ മനതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഈ ഒരു ആശയത്തെ എല്ലാവരും ഏറ്റെടുക്കണം. പുതിയ കാലത്ത് പ്രചരണങ്ങളുടെ നിയന്ത്രണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്ന ആശയമാണ് SSF മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ മാധ്യമ വിഭാഗത്തിൻ്റെ മറ്റെല്ലാ വിഭാഗത്തിൻ്റെയും സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് മാത്രം നമ്മൾ ഈ വേളയിൽ ആഗ്രഹിക്കുകയാണ്. 56 യൂണിറ്റുകളാണ് പങ്കെടുക്കുന്നത്. 56 യൂണിറ്റുകളാണ് ആലക്കോട് ഡിവിഷനിൽ നിന്ന്. അവിടുത്തെ ഭാരവാഹികളും നമ്മുടെ മെമ്പർഷിപ്പുള്ള പ്രവർത്തകരും നമ്മുടെ അനുഭാവികളടങ്ങുന്ന ഈ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം ഒരു 12 വയസ്സ് മുതൽ 30 വയസ്സിൻ്റെ ഇടയിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് നടക്കുന്നത്. കേരളത്തിലെ 125ഓളം ഡിവിഷനുകളിൽ ഇത് നടക്കുന്നുണ്ട് ഒരേ ദിവസം. ഈ സ്ഥാപക ദിനമാണ് ഏപ്രിൽ 29. 1973 നമ്മുടെ സംഘടന നിലവിൽ വരുന്നത്. അതിൻ്റെ സ്ഥാപക ദിനത്തിൽ എല്ലാ വർഷവും വ്യത്യസ്ത സമ്മേളനങ്ങളാണ് ഉണ്ടായത്. 2 വർഷം മുമ്പ് ഗോൾഡൻ 50 എന്ന പേരിൽ 50ാം വാർഷികം ആഘോഷിച്ചിരുന്നു. കണ്ണൂർ വെച്ചിട്ട് സംസ്ഥാന സമ്മേളനം, അതുപോലെ തന്നെ ബോംബെയിൽ വെച്ചിട്ട് ദേശീയ സമ്മേളനം ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഡിവിഷൻ തലങ്ങളിൽ, അതായത് താലൂക്ക് ഏരിയകൾ കവർ ചെയ്തുകൊണ്ടുള്ള സമ്മേളനങ്ങളാണ് നടക്കുന്നത്. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.